ഏവർക്കും ദ സി എ അനലിസ്റ്റിന്റെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ നികുതി പരിഷ്കാരമായ GST 2.0 ആണ് നമ്മൾ ഇന്ന് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ക്ലാസ്സിനകത്തേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ നോട്ട്സും നമ്മൾ ഈ എടുക്കുന്ന കണ്ടന്റിന്റെ നോട്ട്സും മറ്റു കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളതിൻ്റെ പോളും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക, ടെലഗ്രാം ചാനലായിരിക്കും ചെയ്യുക. അപ്പോൾ എല്ലാവരും അതിലോട്ടൊന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ സമയം കളയേണ്ട കണ്ടന്റിലോട്ട് പോവാം. GST 2.0. ഈ പറയപ്പെടുന്ന GST അഥവാ നികുതി പരിഷ്കാരമായ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നറിയപ്പെടുന്ന GST ഇന്ത്യ മഹാരാജ്യത്ത് നടപ്പിലാകുന്നത് 2017 കൃത്യമായി പറഞ്ഞാൽ ജൂലൈ മാസം 1-ാം തീയതിയാണ് അല്ലേ. അന്ന് 2017 ജൂലൈ മാസം 1-ാം തീയതി നിലവിൽ വന്ന ആ GST പ്രകാരം ഇന്ത്യയിൽ 4 നികുതി സ്ലാബുകളാണ് ഉണ്ടായിരുന്നത് അല്ലേ. 5%, 12%, 18%, 28%, ഇങ്ങനെ 4 നികുതി സ്ലാബുകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 8 വർഷങ്ങൾക്കിപ്പുറം ആ നികുതി സ്ലാബിൽ വലിയൊരു മാറ്റം വരുത്തുന്നു ഇന്ത്യ മഹാരാജ്യത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ നിർമ്മല സീതാരാമൻ. ഈ പറയപ്പെടുന്ന 5%, 12%, 18%, 28% എന്നതെ പരിഷ്കരിച്ച് 3 നികുതി സ്ലാബുകളായിട്ട് മാറ്റുന്നു. നേരത്തെ ഉണ്ടായിരുന്ന 12%, 28% എടുത്തു കളയുന്നു. പകരം ഇനിയിപ്പോൾ ഉള്ളത് 5%, 18%, അതിനു പുറമെ ഒരു 40% ഒരു ലക്ഷറി ടാക്സും എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നികുതി പരിഷ്കാരം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇന്ത്യൻ സാമ്പത്തിക മേഖലയെ എങ്ങനെയാണ് ബാധിച്ചിട്ടുള്ളത്, ജനജീവിതത്തെ ഏതൊക്കെ മേഖലയിൽ ലഘൂകരിച്ചിട്ടുണ്ട്, ഏതൊക്കെ മേഖലയിൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്, ഏതൊക്കെ മേഖലയിൽ നമുക്ക് ഈസി ആക്കിയിട്ടുണ്ട്, നമ്മുടെ പോക്കറ്റ് കുറച്ചും കൂടെ ശക്തമാക്കിയിട്ടുണ്ട് എന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ സ്ലൈഡ് വേസ് ഓരോന്നും നമ്മൾ ചാർട്ട് വെച്ചായിരിക്കും എന്ത് ചെയ്യുക, പറയുക. കൃത്യമായിട്ട് ഓരോ മേഖല തിരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ എല്ലാവരും ആദ്യാവസാനം കട്ടയ്ക്ക് എന്ത് ചെയ്യുക, കൂടെ നിൽക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. GST 2.0. ഇവിടെ നോക്കണേ, ഇന്ത്യയിൽ GST സമ്പ്രദായം നിലവിൽ വന്നത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് 2017 ജൂലൈ മാസം 1-ാം തീയതിയാണ്. അന്ന് നിലവിലുണ്ടായിരുന്ന 2017 അന്ന് നിലവിലുണ്ടായിരുന്ന നികുതി സ്ലാബുകൾ 5%, 12%, 18%, 28% എന്നിവയാണ്. പുതുക്കിയ നികുതി സ്ലാബുകൾ എങ്ങനെയാണ്? 5%, 18%, അതിനു പുറമെ ഒരു 40% ലക്ഷറി സ്ലാബും ഉണ്ടായിരിക്കും. ഈ പുതുക്കിയ നികുതി സമ്പ്രദായം എന്ന് മുതലാണ് നിലവിൽ വന്നത് അല്ലെങ്കിൽ പ്രാബല്യത്തിൽ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2025 സെപ്റ്റംബർ മാസം 22 മുതലാണ്. ഇന്ത്യയിൽ GST സമ്പ്രദായം നിലവിൽ വരുമ്പോൾ അന്ന് 2017 അന്ന് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ പറയണം അത് അരുൺ ജെയ്റ്റ്ലി ആയിരുന്നു. അങ്ങനെയെങ്കിൽ നിലവിൽ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആര് എന്ന് ചോദിച്ചാൽ പറയണം അത് നിർമ്മല സീതാരാമൻ. നിർമ്മല സീതാരാമനെ പറ്റി പറയുമ്പോൾ 1-2 പോയിന്റ് ഇവിടെ പറഞ്ഞു വെക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിച്ചു അല്ലേ. ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുകൾ തുടർച്ചയായി അവതരിപ്പിച്ച ധനകാര്യ വകുപ്പ് മന്ത്രി ആര് എന്ന് ചോദിച്ചാൽ ഒറ്റ പേര്, നിർമ്മല സീതാരാമൻ. തുടർച്ചയായി 9 ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഡിജിറ്റൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനകാര്യ വകുപ്പ് മന്ത്രി ആര് എന്ന് ചോദിച്ചാലും പറയണം അത് നിർമ്മല സീതാരാമനാണ്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച മനുഷ്യനാര്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച ധനകാര്യ വകുപ്പ് മന്ത്രി നമുക്ക് എല്ലാവർക്കും അറിയാം, അത് മൊറാർജി ദേശായി ആണ് അല്ലേ. മൊറാർജി ദേശായി ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചത്. മൊറാർജി ദേശായി 10 ബഡ്ജറ്റുകളാണ് മൊറാർജി ദേശായി അവതരിപ്പിക്കുന്നത്. നിർമ്മല സീതാരാമൻ ഒരു ബഡ്ജറ്റ് കൂടെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ മൊറാർജി ദേശായിയുടെ റെക്കോർഡിനൊപ്പം എത്തും. ഒന്നും കൂടെ അവതരിപ്പിച്ച് 2 അവതരിപ്പിക്കുകയാണെങ്കിൽ മൊറാർജി ദേശായിയുടെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യും. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഇത് എങ്ങനെയാണ്, ഏതൊക്കെ മേഖലയിലാണ് മാറ്റം വരുത്തിയിട്ടുള്ളത് ഓരോന്നായിട്ട് നമ്മൾ അക്കമിട്ട് പറയാൻ പോവാണ്. നോക്കണേ, ലൈറ്റർ ഓൺ പോക്കറ്റ്, ബ്രൈറ്റർ ഫോർ ദ ഫ്യൂച്ചർ അല്ലേ. ദ GST ഓൺ ലെതർ, ഫുട്വെയർ, ടെക്സ്റ്റൈൽസ്, ഹാൻഡിക്രാഫ്റ്റ്, ടോയ്സ് reduced to
5% ടു ബൂസ്റ്റ് യൂത്ത് ലെഡ് MSMEs ആൻഡ് എക്സ്പോർട്സ്. അതായത് MSME മേഖലയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ലെതർ, ഈ പറയുന്ന ലെതർ മെറ്റീരിയൽസ്, ഫുട്വെയർ ചെരുപ്പ്, അതുപോലെ ചപ്പൽസ്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി അഥവാ നമ്മുടെ തുണിത്തരങ്ങൾ, അതുപോലെ ഹാൻഡിക്രാഫ്റ്റ് അഥവാ ഈ പറയുന്ന കരകൗശല കൈത്തറി വസ്തുക്കൾ, ദെൻ ടോയ്സ് കളിപ്പാട്ടങ്ങൾ എന്നിവയെല്ലാം ഒറ്റയടിക്ക് 5%. ഇതിനു മുൻപ് 18-12% ഈ മേഖലയെ ഒറ്റയടിക്ക് 5% എന്ത് ചെയ്യുന്നു, കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ അല്ലേ? അവിടെ ഒരു കാര്യം പറയാനുണ്ട്. ആദ്യം നമുക്ക് ഈ പറയുന്ന ടെക്സ്റ്റൈൽസും ഫുട്വെയർ നമുക്ക് എടുക്കാം. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാം. ടെക്സ്റ്റൈൽ ആൻഡ് ഫുട്വെയർ, അവിടെ ഒരു ക്രൈറ്റീരിയ പറയുന്നുണ്ട്. നിങ്ങൾ മേടിക്കുന്ന ചെരുപ്പും അതുപോലെ തുണിത്തരങ്ങളും അതുപോലെ തന്നെ ചെരുപ്പുകളും നോക്കണേ, 2500 രൂപ വരെ നികുതി 5%. എന്നാൽ 2500 രൂപയ്ക്ക് മുകളിൽ 18%. അതായത് നിങ്ങൾ ഒരു ചെരുപ്പ് മേടിക്കുന്നു അല്ലെങ്കിൽ ഒരു ഷർട്ട് മേടിക്കുന്നു, അതിൻ്റെ വില 2500 രൂപയിൽ താഴെയാണെങ്കിൽ നിങ്ങൾ 5% നികുതി കൊടുത്താൽ മതി. എന്നാൽ നിങ്ങൾ മേടിക്കുന്ന ചെരുപ്പും അതുപോലെ തന്നെ നിങ്ങൾ മേടിക്കുന്ന തുണിത്തരങ്ങളും സിംഗിൾ കമോഡിറ്റി ആണ്. 2500 രൂപയ്ക്ക് മേലെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ 18% നികുതി കൊടുക്കണം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇങ്ങനെ ഓർക്കുക, നിങ്ങൾക്ക് ഒരു ചെരുപ്പ് മേടിക്കുക. അപ്പൊ സാധാരണക്കാരിടുന്ന ചെരുപ്പൊക്കെ ഒരു 500 റേഞ്ചിലായിരിക്കും. ഇനി നല്ല ബ്രാൻഡഡ് സാധനങ്ങൾക്ക് വിലയുണ്ട് ഇല്ലേ? ഷൂവിനൊക്കെ നല്ല ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ ആണെങ്കിൽ 2500 മുകളിൽ എന്തുണ്ട്, വിലയുണ്ട്. അപ്പൊ സർക്കാർ ഇങ്ങനെ പറയുന്നുള്ളൂ, നിനക്ക് ചെരുപ്പിടാം, നീ 2500 ചെരുപ്പോടെ ഇട്ടോ, പ്രശ്നമില്ല, നീ 5% നികുതി കൊടുത്താൽ മതി. പക്ഷെ നീ ബ്രാൻഡഡേ ഇടൂ എങ്കിൽ നീ കാശുള്ള വീട്ടിലെ പയ്യനാ, നിനക്ക് നികുതി കൊടുക്കാം, 18% നികുതി കൊടുക്കാം എന്നാ സർക്കാർ പറയുന്നേ. ഇനി കേട്ടോ, ഇനി നിങ്ങൾ ഒരു ഷർട്ട് മേടിക്കാൻ പോയി. ഇപ്പൊ സാധാരണ പയ്യന്മാരൊക്കെ ഇടുന്ന ഷർട്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന കണക്ക് ഒരു 700, 800, 1000 റേഞ്ചിലെ ഷർട്ട് ആയിരിക്കും. ഇനി നല്ല ബ്രാൻഡഡ് ഷർട്ട്, ഫോർ എക്സാമ്പിൾ ഈ പറയുന്ന LP, ലൂയിസ് ഫിലിപ്പ്, അതുപോലെ തന്നെ പീറ്റർ ഇംഗ്ലണ്ട്, അലൻസോളി പോലെയുള്ള നല്ല ബ്രാൻഡഡ് ഷർട്ടിന്റെ വില 2500 മുകളിൽ വരും. അതിനൊക്കെ നീ നികുതി കൊടുത്തേ പറ്റൂ, 18% നികുതി കൊടുത്തേ പറ്റൂ. അപ്പൊ ഇങ്ങനെ ഓർക്കുക, നിനക്ക് ഷർട്ട് ഇടാം, ഓക്കെ, നീ ഒരു 2499 ഷർട്ട് ഇട്ടോ, പ്രശ്നമില്ല, നീ 5% കൊടുത്താൽ മതി. ഇനി നീ ബ്രാൻഡഡേ ഇടൂ എങ്കിൽ നീ നികുതി കൊടുത്തോ, നീ കാശുള്ള വീട്ടിലെ പയ്യനാ, നിനക്ക് നികുതി കൊടുക്കാം എന്നാ സർക്കാർ പറയുന്നേ. എത്രയാ? 18%. ഓക്കെ അല്ലേ? അപ്പോ പൊതുവിൽ നോക്കുമ്പോൾ അവിടെ ഒരു സാധനം കിടപ്പുണ്ട്, തുണിത്തരങ്ങളും ചെരുപ്പുകളും ആ ഒരു ഏരിയ 2500 താഴെ 5%, മുകളിൽ 18% എന്നാണ് കൃത്യമായിട്ട് അവിടെ പറഞ്ഞു വെക്കുന്നത്. കൃത്യമായി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതുപോലെ ലെതർ ആൻഡ് ഫുട്വെയർ, ലെതർ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പേഴ്സ്, പൗച്ചസ്, ചെരുപ്പുകൾ എല്ലാം ആ രീതിക്കാണ് എന്ത് ചെയ്യുക, വരിക. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്തൊരു മേഖലയിലേക്ക് വരാം. എസെൻഷ്യൽ ലേണിംഗ് മെറ്റീരിയൽ. നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞു മക്കളുണ്ടോ, 4ാം ക്ലാസ് വരെയുള്ള മക്കളുണ്ടോ എങ്കിൽ കേട്ടോ, ആ കുട്ടികൾക്ക് വലിയ ആശ്വാസം. കാരണം അവർ ഉപയോഗിക്കുന്ന പെൻസില്, റബ്ബർ, എറൈസർ, എക്സൈസ് ബുക്ക്, ഇതിനെല്ലാം GST നിന്നും ഒഴിവാക്കി 0% GST. നമുക്ക് ആ സ്ലൈഡിലോട്ട് പോവാം. കുഞ്ഞു മക്കളുകൾ അല്ലേ, നോക്കണേ, ചൈൽഡ് കെയർ മോർ അഫോർഡബിൾ ആക്കി. നോക്കണേ, എസെൻഷ്യൽ ലേണിംഗ് മെറ്റീരിയൽസ്. പെൻസിലിന് നികുതി ഇല്ല, പക്ഷെ പേനയ്ക്ക് നികുതി ഉണ്ട്. അപ്പൊ പെൻസിലിന് നികുതി ഇല്ല, പക്ഷെ പേനയ്ക്ക് നികുതി ഉണ്ട് കേട്ടോ. അപ്പൊ പെൻസിൽ ഷാർപ്നർ, കട്ടർ, അതുപോലെ തന്നെ ക്രയോൺസ്, എക്സൈസ് ബുക്ക്, ഗ്രാഫ് ബുക്ക്, മാപ്പ്, ചാർട്ട്, ഇതിനെല്ലാം 0% ടാക്സ്. ഇതിനു മുൻപ് 12% നികുതി ഉണ്ടായിരുന്നു, വെട്ടിച്ചുരുക്കി 0% ആക്കി. എറൈസർ, റബ്ബർ അല്ലേ, റബ്ബറിന് ഇതിനു മുമ്പ് 5% നികുതി ഉണ്ടായിരുന്നു, അത് 0% കൊണ്ടുവന്നു. സെറ്റ് അല്ലേ? ഇനി മേക്കിംഗ് ചൈൽഡ് കെയർ മോർ അഫോർഡബിൾ. കുഞ്ഞു മക്കളുണ്ടോ, വീട്ടിൽ കുഞ്ഞു മക്കളുണ്ടോ എങ്കിൽ ആശ്വാസം. നോക്കി, ഇതിനു മുൻപ് 12% നികുതി കൊണ്ടായിരുന്ന നാപ്കിൻസും നാപ്കിൻ ലൈനേഴ്സ് ഫോർ ബേബീസ് 5% ആക്കി. വലിയ ഇളവാണ്, 12% നിന്ന് 5% കൊണ്ടുവന്നു. ഫീഡിംഗ് ബോട്ടിൽ, നമ്മൾ പറയുന്നതാണ് UHT മിൽക്ക്. UHT മിൽക്ക് നമ്മൾ പറയും, UHT മിൽക്ക് എന്ന് പറഞ്ഞാൽ പാല്, അൾട്രാ ഹൈ ടെമ്പറേച്ചർ മിൽക്ക്. പാലിന് ഇതിനു മുൻപ് 5% ടാക്സ് ആയിരുന്നു, ആ 5% ടാക്സ് ഒഴിവാക്കി. പാലിന് ടാക്സ് ഒഴിവാക്കി. ഇപ്പോ
0% ആക്കി. നേരത്തെ 5% ആയിരുന്നു, അത് വെട്ടിച്ചുരുക്കി 0% ആക്കി. എടാ പാലിന് നികുതി ഇല്ല, പക്ഷെ പാൽക്കുപ്പിക്ക് നികുതി ഉണ്ട്. ഫീഡിംഗ് ബോട്ടിൽ പാൽക്കുപ്പിക്ക് നികുതി ഉണ്ട് 5%. അത് ഇതിനു മുമ്പ് 12% ഇപ്പൊ 5%. അപ്പൊ പാലിന് നികുതി ഉണ്ടോ? 0%. എന്നാൽ പാൽക്കുപ്പിക്ക് നികുതി ഉണ്ട് 5%. ദെൻ നോക്കിയ തെർമോമീറ്റേഴ്സ്. ഇതിനു മുമ്പ് തെർമോമീറ്റർ 18% നികുതി ഉണ്ടായിരുന്നു, വെട്ടിച്ചുരുക്കി 5% ആക്കി. UHT മിൽക്ക് അഥവാ അൾട്രാ ഹൈ ടെമ്പറേച്ചർ മിൽക്ക്, അൾട്രാ ഹൈ ടെമ്പറേച്ചർ മിൽക്ക് 5% ആയിരുന്നു, വെട്ടിച്ചുരുക്കി 0%ലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ ആണ്, സെറ്റ് ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ അടുത്ത ഏരിയയിലോട്ട് പോകുന്നു. എടാ നിങ്ങൾ ജിമ്മിൽ പോകുന്നവരാണോ? ജിം അതുപോലെ തന്നെ ഫിറ്റ്നസ് സെന്റർ സ്ലാഷ്ഡ് ഫ്രം 18% to 5%, മേക്കിംഗ് ഫിറ്റ്നസ് മോർ അഫോർഡബിൾ ആൻഡ് അക്സസിബിൾ. എടാ നിങ്ങൾ ഫിറ്റ്നസ് സെന്ററിൽ പോകുന്നവരാണോ? ജിമ്മിൽ പോകുന്നവരാണോ? ജിം യൂട്ടൻസിൽസിനും ജിം ഉപകരണങ്ങൾക്കും അവിടുത്തെ ഫീക്കൊക്കെ എന്ത് ചെയ്തു? ജിമ്മിന്റെ കോസ്റ്റ് റിഡക്ഷൻ ചെയ്തു. ഇങ്ങനെ ഓർക്കണേ, നിങ്ങളൊരു ജിമ്മിൽ പോകുന്നു. ജിമ്മിൽ പോകുമ്പോൾ അവിടുത്തെ ഫീ 1000 പ്ലസ് GST എന്ന് കരുതുക. 1000 രൂപ പ്ലസ് GST എന്ന് കരുതുക. 1000 രൂപയുടെ GST പറയുമ്പോൾ 18% ആയിരുന്നു ഇതിനു മുമ്പ് GST. 18% GST ഉണ്ടായിരുന്നപ്പോൾ 1000 രൂപയ്ക്ക് നമ്മൾ GST ഉൾപ്പെടെ 1000 പ്ലസ് GST എന്നാണ് പറയുന്നതെങ്കിൽ 1000 പ്ലസ് 180 രൂപ, അങ്ങനെ 1180 രൂപ നമ്മൾ കൊടുക്കണമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ സ്ഥാനത്ത് എത്ര ശതമാനം കൊടുത്താൽ മതി? 5% കൊടുത്താൽ മതി. അപ്പോൾ 1000 ഉണ്ടായിരുന്ന സ്ഥാനത്ത് പ്ലസ് GST 180 കൊടുക്കണ്ട, നിങ്ങൾ 50 രൂപ കൊടുത്താൽ മതി. അതായത് 1050 രൂപ കൊടുത്താൽ മതി. നിങ്ങൾക്ക് ലാഭം 130 രൂപയുടെ ലാഭം നിങ്ങൾക്കുണ്ട്. വെറും ഒരു മാസത്തെ ജിമ്മിന്റെ ഫീൽ നിങ്ങൾക്ക് ലാഭമുണ്ട്. ഓർക്കണേ നിങ്ങൾ. അടുത്തതിലോട്ട് പോവാം. അപ്പൊ ജിം നമുക്കറിയാം, ജനങ്ങൾ എല്ലാവരും ഇപ്പൊ ഫിറ്റ്നസ്സിലാണ് പോകുന്നത് അല്ലേ? വലിയ രീതിയിൽ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് മാറുന്നു. എല്ലാ ജംഗ്ഷനിലും ഇപ്പൊ ജിമ്മുണ്ട്. ജിമ്മില്ലാത്തൊരു ജംഗ്ഷൻ ഇപ്പൊ ഇല്ല, ശരിയല്ലേ? നിങ്ങളെ ഒരു ജംഗ്ഷനിൽ പലവ്യഞ്ജന കട ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണ്ട, പക്ഷെ ജിം ഉറപ്പായിട്ടുണ്ടാവും. ആ ഇൻഡസ്ട്രി ഇനിയും വളരും, കാരണം എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് മലയാളി. ഇനി അടുത്ത് GST ഓൺ 2 വീലേഴ്സ് ആൻഡ് സ്മോൾ കാർ കട്ട് ഫ്രം 28% to 18%, എൻഹാൻസിങ് യുവർ മൊബിലിറ്റി. അതായത് വലിയൊരു മാറ്റം വരാൻ പോവാണ്, വലിയൊരു മാറ്റം. എടാ കാറുകൾക്കും ബൈക്കുകൾക്കും നികുതി വലിയൊരു തോതിൽ കുറഞ്ഞിരിക്കുന്നു. അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. നമ്മളത് ജനറലൈസ് എന്ന് പറയുമ്പോൾ 28 നിന്ന് 18 ആക്കി എന്ന് പറയാം, പക്ഷെ അതൊരു പണി അവിടെ ഒഴിഞ്ഞു കിടപ്പുണ്ട്. നോക്കണേ നിങ്ങൾ. അതായത് നിങ്ങളൊരു ബൈക്ക് മേടിക്കാൻ പോവാണ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളൊരു ബൈക്ക് മേടിക്കാൻ പോവാണ്. ആ ബൈക്ക് 350 cc. ഓർക്കണേ, നിങ്ങൾ ഒരു ബൈക്ക് മേടിക്കാൻ പോകുന്നു. ആ ബൈക്ക് 350 cc വരെ നിങ്ങൾക്ക് 28% നിന്ന് 18% ആക്കി മാറ്റി. എന്നാൽ നിങ്ങളൊരു ബൈക്ക് മേടിച്ചു, ആ ബൈക്ക് 350 cc മേലെ. ഇപ്പൊ സാധാരണ ബൈക്കുകളൊന്നും ഇപ്പൊ എനിക്കൊന്ന് ഡൂക്കൊക്കെ കുറച്ചും കൂടെ CC കൂടിയ ബൈക്കുകളാണ് ഡൂക്കൊക്കെ. അപ്പൊ അത്തരം ബൈക്കുകൾ വരുമ്പോൾ എന്ത് ചെയ്യാം? നികുതി കൂടുതലാണ്. അത് 350 cc മേലെയാണ്. നിങ്ങൾ മേടിക്കുന്ന ബൈക്കിന്റെ CC 350 cc മേലെയാണെങ്കിൽ നിങ്ങൾ ലക്ഷറി ടാക്സ് കൊടുക്കണം. ആഡംബരമാണത്. എടാ നിനക്ക് വണ്ടി ഓടിച്ചു പോവാം, സാധാരണ ഒരു വണ്ടി ഓടിച്ച് 350 cc താഴെയുള്ള വണ്ടി ഓടിച്ചോ, കുഴപ്പമില്ല. നിനക്ക് GST റിഡക്ഷൻ ഉണ്ട്, 18% കൊടുത്താൽ മതി. 28 വെട്ടിച്ചുരുക്കി 18. നീ ഡൂക്കെ ഓടിക്കൂ എങ്കിൽ, 350 cc മേലെയുള്ള സ്പോർട്സ് ബൈക്കുകളെ നീ ഓടിക്കുമെങ്കിൽ നീ കാണിക്കുന്നത് ആഡംബരമാണെന്നാണ് സർക്കാർ പറയുന്നത്. അത് ലക്ഷറിയിൽ വരും. മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. നീ കാണിക്കുന്ന ആഡംബരമാണ് എന്നാണ് പറയുന്നത്, ലക്ഷറി ടാക്സിൽ വരും. ഓക്കെ അല്ലേ? അപ്പോൾ 40% ആയിരിക്കും ലക്ഷറി ടാക്സ് 350 cc മേലെ എന്ന കാര്യം ഓർക്കുക. ഇനി നിങ്ങളൊരു കാറ് മേടിക്കാൻ ഉദ്ദേശിക്കുകയാണ്. നിങ്ങൾ മേടിക്കുന്ന കാറ് സാധാരണ ഒരു കാറ് 28% ആയിരുന്നത് 18% എന്ന് പറയാം. പക്ഷേ നിങ്ങൾ മേടിക്കുന്ന കാറ് ഒരു പെട്രോളിയം കാറാണ്, ഒരു LPG കാറാണ്, അല്ലെങ്കിൽ ഒരു CNG കാറാണെങ്കിൽ അതിൻ്റെ എൻജിൻ കപ്പാസിറ്റി 1200 cc വരെ പോകാം. അതിൻ്റെ നീളം ലെന്ത് 4000 mm വരെ പോവാം, പ്രശ്നമില്ല. നിങ്ങൾ എത്ര കൊടുത്താൽ മതി? 18% കൊടുത്താൽ മതിയാകും. 28 ചുരുക്കി 18%. ഇനി ഇതിന് മേലെയാണ് നിങ്ങൾ മേടിക്കുന്ന കാറിന്റെ ആ ഒരു ഇതെങ്കിൽ, ആ ഒരു ലേബൽ എങ്കിൽ നിങ്ങൾ എത്ര ശതമാനം കൊടുക്കണം? നിങ്ങൾ 40% അഡീഷണൽ ലക്ഷറി ടാക്സ് കൊടുക്കണം.
ഇനി നിങ്ങൾ മേടിക്കാൻ പോകുന്നത് പെട്രോള് LPG CNG പറഞ്ഞത്. ഇനി നിങ്ങൾ മേടിക്കാൻ പോകുന്ന കാർ ഒരു ഡീസൽ വാഹനമാണെങ്കിൽ അതിന്റെ എഞ്ചിൻ കപ്പാസിറ്റി 1500 വരെ പോട്ടെ. അതായത് നീ മേടിക്കാൻ പോകുന്ന വണ്ടി പെട്രോൾ ആണെങ്കിൽ 1200 cc വരെ പോട്ടെ, ഡീസൽ ആണെങ്കിൽ 1500 cc വരെ പോട്ടെ, കുഴപ്പമില്ല. അതിന്റെ നീളം 4000 mm വരെ പോട്ടെ, പ്രശ്നമില്ല. എത്ര ശതമാനം കൊടുത്താൽ മതി? 18%. എന്നാൽ നിങ്ങൾ മേടിക്കുന്ന ഡീസൽ വാഹനം 1500 cc മേലെയാണെങ്കിൽ എത്ര ശതമാനം കൊടുക്കണം? നിങ്ങൾ 40% ലക്ഷറി ടാക്സ് കൊടുക്കണം. ഓക്കെ, ഇനി കേട്ടോ, ഇനി ഇതൊന്നും ബാധകമല്ല ആർക്ക്? നിങ്ങളൊരു ഇലക്ട്രിക് വാഹനമാണ് മേടിക്കുന്നത്, നിങ്ങളൊരു ഇലക്ട്രിക് വെഹിക്കിൾ ആണ് മേടിക്കാൻ പോകുന്നതെങ്കിൽ ഏത് ടൈപ്പ് ആയിക്കോട്ടെ, കാർ ആയിക്കോട്ടെ, ബൈക്ക് ആയിക്കോട്ടെ, ഓട്ടോറിക്ഷ ആയിക്കോട്ടെ, ഒരു സീനേ അല്ല, നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള നികുതി ഇളവാണ്. ആ മേഖലയെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി സർക്കാർ പറയുന്നത് 5%. ഇങ്ങനെ പഠിക്കണം. അപ്പൊ സാധാരണ വണ്ടികൾക്കെല്ലാം എന്നല്ല, അളവ് കോലിട്ട് തൂക്കി തൂക്കി പഠിക്കണം നമ്മൾ. പെട്രോൾ കാറ് ഇന്ന അളവ് 1200 cc, ഡീസൽ വണ്ടി 1500 cc, ഇനി ഈ പറയുന്ന ബൈക്ക് ആണെങ്കിൽ 350 cc, ഇനി ഇലക്ട്രിക് വാഹനമാണെങ്കിൽ ഇതൊരു സീനയല്ല, അവിടെ സിസിയും ഗീസിയും ഒന്നൊരു പ്രശ്നമല്ല, 5%. സെറ്റ് അല്ലേ? ഇനി കേട്ടോ, ഇതിന് മുകളിൽ സ്ലാബ് വരുന്ന എല്ലാ സാധനങ്ങളും, ഞാൻ ഈ പറഞ്ഞ ക്രൈറ്റീരിയയ്ക്ക് മുകളിൽ വരുന്ന എല്ലാ വണ്ടികൾക്കും ആഡംബര വാഹനമാണ്, നിങ്ങൾ ലക്ഷറി ടാക്സ് കൊടുക്കണം. ഇനി നിങ്ങളൊരു വണ്ടി മേടിക്കുന്നു, നിങ്ങളുടെ ആവശ്യം വാണിജ്യമാണ്, കൊമേഴ്ഷ്യൽ പർപ്പസ് ആണ്, നിങ്ങളൊരു കൊമേഴ്ഷ്യൽ പർപ്പസിനാണ് വാഹനം മേടിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ടൂറിസ്റ്റ് വണ്ടി, ഒരു ഓട്ടോറിക്ഷ, അല്ലെങ്കിൽ ഒരു വാഹനം, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു വാന്, അല്ലെങ്കിൽ വേണ്ട ഈവൻ ഒരു ആംബുലൻസ് നിങ്ങൾ മേടിക്കുകയാണ്, കൊമേഴ്ഷ്യൽ ആണ്. നിങ്ങളുടെ ലക്ഷ്യം വാണിജ്യമാണെങ്കിൽ, നിങ്ങൾ വാണിജ്യ ആവശ്യങ്ങൾക്കാണ് മേടിക്കുന്നതെങ്കിൽ ഇതൊന്നൊരു വിഷയമല്ല. അത് CC ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല, നിങ്ങൾ ജീവിക്കാൻ വേണ്ടി മേടിക്കുന്നതാ. അതുകൊണ്ട് അവിടെ നിങ്ങൾ 18% കൊടുത്താൽ മതിയാകും. സെറ്റ് അല്ലേ? ഞാൻ പറഞ്ഞത് ഓക്കെ അല്ലേ? ഇങ്ങനെ പഠിക്കണം, ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇങ്ങനെ പഠിക്കണം. ബുദ്ധിയുള്ള ചോദ്യകർത്താവാണെങ്കിൽ ഈ രീതിക്ക് അവൻ ചോദിച്ചിരിക്കും. അടുത്തതിലോട്ട് പോവാം. അപ്പോൾ വാഹനങ്ങളുടെ മേഖല ഞാൻ എന്ത് ചെയ്തു, പറഞ്ഞു വെച്ചു. അടുത്തതിലോട്ട് പോകുന്നു, സിമന്റ്. കെട്ടിട മേഖലയിൽ വലിയ രീതിയിലുള്ള ഒരു ആശ്വാസം വരാൻ പോവുകയാണ്. 18% സിമന്റ്, 28% നികുതി ഉണ്ടായിരുന്ന സിമന്റ് 18% ചുരുക്കുകയാണ്. 28% ഒറ്റയടിക്ക് വെട്ടി 18%. ഈ പറയുന്ന എന്താ പറയാ, ഈ മേഖലയെ, ഈ പറയപ്പെടുന്ന എന്താ പറയാ, കെട്ടിട നിർമ്മാണ മേഖലയെ വലിയ രീതിയിലേക്ക് ഉത്തേജിപ്പിക്കുകയാണ്. ഇങ്ങനെ ചിന്തിക്കും നിങ്ങൾ 2 ചാക്ക് സിമന്റ് മേടിക്കുന്നു. 2 ചാക്ക് സിമന്റിന്റെ വില 1000 രൂപയാണെന്ന് കരുതുക. സെപ്റ്റംബർ 22 മുമ്പ് 1000 രൂപയാണ്. ആ 1000 രൂപയിൽ നിങ്ങൾ 28% നികുതി കൊടുക്കുമ്പോൾ നിങ്ങൾ 280 രൂപ നിങ്ങൾ നികുതി ഇനത്തിൽ കൊടുത്തുകൊണ്ടിരുന്ന നിങ്ങൾ കേൾക്കണേ, നിങ്ങൾ അതിനെയാണ് വെട്ടിച്ചുരുക്കി 18% ആക്കിയത്. അത് 18% മാറ്റുമ്പോൾ നിങ്ങൾ എത്ര കൊടുത്താൽ മതി? 180 രൂപ നികുതി കൊടുത്താൽ മതി. അതായത് 1000 രൂപയ്ക്ക് 2 ചാക്ക് സിമന്റ് മേടിച്ച നിങ്ങൾക്ക് ഇപ്പോഴ് അതേ സെപ്റ്റംബർ 22 ശേഷം അതേ 2 ചാക്ക് സിമന്റ് നിങ്ങൾക്ക് 900 രൂപയ്ക്ക് മേടിക്കാം. 2 ചാക്ക് സിമന്റ് നിങ്ങൾ 900 രൂപയ്ക്ക് മേടിക്കുമ്പോൾ 1 ചാക്ക് സിമന്റ് ലാഭം 50 രൂപ അല്ലേ? അങ്ങനെ ഒരു 100 ചാക്ക് സിമന്റ് മേടിക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. 100 ചാക്ക് സിമന്റ് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 5000 രൂപ ലാഭം. 200 ചാക്ക് സിമന്റ് മേടിക്കുകയാണെങ്കിൽ 10000 രൂപ ലാഭം. 10 പേർക്കുള്ള പണിക്കൂലി കൊടുത്തൂടെ? എത്ര രീതിയിലാണ് കുറയുന്നേ? അതിനുവേണ്ടി സിമന്റ് വാങ്ങി കൂട്ടണമെന്നല്ല ഞാൻ പറയുന്നത്, പണിക്കൂലി കൂട്ടാൻ വേണ്ടി. ഞാൻ പറഞ്ഞ ലോജിക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശരിയല്ലേ? അപ്പോൾ ആ മേഖല വലിയ രീതിയിൽ പുഷ്ടിപ്പെടത്തില്ലേ? 10% റിഡക്ഷൻ. നിങ്ങൾ ഇങ്ങനെ ഒരു സിമ്പിൾ ലോജിക്ക്, ഇതുപോലെ ഓരോ മേഖലയിലും, ഞാൻ ഒരു സിമന്റിന്റെ കേസ് മാത്രമാണ് പറഞ്ഞത്, പല മേഖലയിൽ GST കുറയാണ്. അപ്പൊ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ആലോചിക്ക്. 25 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് വെച്ചു. സെപ്റ്റംബർ 20-ാം തീയതി പാല് കാച്ചിയ ഒരു വീട് എത്ര? 25 ലക്ഷം രൂപ ബഡ്ജറ്റ്. അതിന്റെ 10% സെപ്റ്റംബർ 22 ശേഷം അതേ വീട് നിങ്ങൾ വെക്കുകയാണെങ്കിൽ സാധനങ്ങൾക്കെല്ലാം വില കുറയുകയാണ്. ശരിയല്ലേ? അപ്പോൾ 25 ലക്ഷം രൂപയ്ക്ക് വെച്ച വീട്, അതിന്റെ 25ന്റെ 10% കുറച്ച് എത്രയാ? 2.5 ലക്ഷം രൂപ. പോട്ടെ, ഒരു 2 ലക്ഷം രൂപയെങ്കിലും കുറഞ്ഞത് നിങ്ങൾക്ക് ലാഭമുണ്ടാവും നിങ്ങൾ സെപ്റ്റംബർ 22 ശേഷമാണ് ആ വീട് വെക്കുന്നതെങ്കിൽ. അത്രയേ ഉള്ളൂ. ഒരു 10% നിങ്ങളൊന്ന് റെഡ്യൂസ് ചെയ്ത് നോക്ക്. ഇതാണ് അതിൻ്റെ ഗുണമെന്ന് പറയുന്നത്. ഞാൻ വെറും ഒരു സിമന്റിന്റെ ഉദാഹരണം മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെ കെട്ടിട നിർമ്മാണ മേഖല വലിയ രീതിയിൽ പുഷ്ടിപ്പെടാൻ പോവാണ്. അടുത്തിലോട്ട് പോവാണ്. ഹെൽത്ത് കെയറിലേക്ക് വരാണ്. ഹെൽത്ത് കെയർ മെയ്ഡ് അഫോർഡബിൾ വിത്ത് GST ഓൺ മെഡിസിൻ കട്ട് ടു 5% to nil
വൈൽ ഹെൽത്ത് ഇൻഷുറൻസ് ഈസ് മെയ്ഡ് എക്സെപ്റ്റഡ് ഫ്രം GST. എടാ, മരുന്ന് മേടിക്കുന്നവർ, നമ്മുടെ വീട്ടിലെ വയോധികർ, സാധാരണക്കാർ വലിയ ആശ്വാസമാണ്. എടാ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ മെഡിസിൻസിന്റെ നികുതി 18%, 12% ഒക്കെ ആയിരുന്നു. ഒറ്റയടിക്ക് വെട്ടി. നിങ്ങൾ മേടിക്കാൻ പോകുന്ന മരുന്ന് ഒരു ജീവൻ രക്ഷാ മരുന്നാണെങ്കിൽ, നിങ്ങൾ എത്ര ശതമാനം നികുതി കൊടുത്താൽ മതി? 5 പൈസ കൊടുക്കേണ്ട നിങ്ങൾ നികുതി. നിങ്ങൾ മേടിക്കാൻ പോകുന്ന മരുന്ന് നിങ്ങളുടെ ജീവനെ രക്ഷിക്കുന്ന ജീവൻ രക്ഷാ മരുന്നാണെങ്കിൽ 0% ടാക്സ്. ഇനി മറ്റു മരുന്നുകൾക്കോ 5% ടാക്സ്. മറ്റു മരുന്നുകൾക്ക് സ്ലാഷ് ചെയ്തു, 18 നിന്നും 5% മാറ്റി. ഒന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങൾ. ദെൻ ഹെൽത്ത് ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസിന് ഇതിനു മുൻപ് 18% നികുതി വെട്ടി 5 പൈസ കൊടുക്കേണ്ട നികുതി. ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. നോക്കണേ നിങ്ങൾ. എൻ്റെ അച്ഛന് അടുത്തിടെ, എൻ്റെ എക്സാമ്പിളാണ്, എൻ്റെ അച്ഛന് അടുത്തിടെ ഒരു അറ്റാക്ക് വന്നു. അച്ഛന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ നേരെ അച്ഛനെ കൊണ്ട് അഡ്മിറ്റ് ചെയ്തത്, ഹെൽത്ത് ആണല്ലോ, ഈ പറയുന്ന കണക്ക് ഹൃദയത്തിൻ്റെ കാര്യമാണല്ലോ, കിംസിലാണ് ഞാൻ കൊണ്ട് അഡ്മിറ്റ് ചെയ്തത് അച്ഛനെ ഞാൻ കിംസ് ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. അച്ഛന് 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു. അച്ഛന് ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലായിരുന്നേ. 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു അച്ഛന്. 2 സർജറിയിൽ പോയി, ഒരു മെഡിസിനിൽ പോയി. ഒരു 5-6 ദിവസം അച്ഛൻ എന്ത് ചെയ്തു? ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. പ്രൈവറ്റിലാണ് പോയത്. ഒന്ന് ആലോചിക്കണേ. ഒരു 5-6 ദിവസം അച്ഛൻ ഹോസ്പിറ്റലിൽ കിടന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു ബില്ലിങ് വന്നു, ഏകദേശം ഒരു 4,80,000 രൂപ, റൗണ്ട് 5 ലക്ഷം രൂപ. അച്ഛന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നുവെങ്കിൽ 5 പൈസ നമ്മൾ എന്ത് ചെയ്യണ്ട, അങ്ങോട്ട് കൊടുക്കണ്ട. ആ കിടന്നതിന് ആ ദിവസക്കൂലി വെച്ച് ചില ഇൻഷുറൻസ് കമ്പനികൾ അത് സ്കീം അനുസരിച്ചിരിക്കും, ഇങ്ങോട്ട് കാശ് തരും. ശരിയല്ലേ? നമ്മൾ ആ സ്കീമിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ എമൗണ്ട് അവിടെ നിൽക്കും. 5 ലക്ഷം രൂപ എൻ്റെ കണ്ണിൽ കൂടെ ഇങ്ങനെ അങ്ങ് പോയി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ കയ്യിൽ ഇൻഷുറൻസ് ഉണ്ടായിരുന്നുവെങ്കിൽ കാശ് കൊടുക്കണമായിരുന്നോ? ഇല്ല. എടാ, ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ് ഹെൽത്ത് ഇൻഷുറൻസ്. അത് കഴിഞ്ഞാൽ പിന്നെ ടേം ഇൻഷുറൻസ്. അത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് എമർജൻസി ഫണ്ട് വേണമെന്നാണ് സാമ്പത്തിക നിരീക്ഷകർ പറയുന്നത്. എന്താണ് എമർജൻസി ഫണ്ട്? ഒരു മനുഷ്യന് ഒരു മാസം വേണ്ട തുകയാണ്, സർവീവ് വേണ്ട തുകയാണ് എമർജൻസി ഫണ്ട്. അതേ ഇൻറ്റു 6 മാസത്തെ തുക വേണമെന്നാ പറയുന്നേ. ഈ പറയുന്ന എക്സ്പേർട്സ് പറയുന്ന അങ്ങനെയാണ്. അതായത് എമർജൻസി ഫണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു മാസത്തെ തുക ഇൻറ്റു 6. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഈ മാസം 10,000 രൂപയാണ് വേണ്ടതെങ്കിൽ അതിൻ്റെ 6 മാസ തുക 60,000 രൂപ എൻ്റെ കയ്യിൽ സെറ്റ് ആയിരിക്കണം. അതെന്തുകൊണ്ടാണ് പറയുന്നതെന്ന് അറിയാമോ? ഇപ്പം നമ്മൾ എമർജൻസി, നമ്മുടെ തൊഴിൽ നഷ്ടപ്പെടുകയോ നമുക്ക് നാളെ ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ 6 മാസത്തേക്ക് നമ്മൾ പേടിക്കേണ്ട, നമ്മുടെ കയ്യിൽ സാധനം ഉണ്ട്. അല്ലെങ്കിലോ ഇതില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന കാര്യം നിങ്ങൾ കടം മേടിക്കും, ഇല്ലേ? അല്ലെങ്കിൽ നമ്മൾ വട്ടിപ്പലിശയ്ക്ക് പൈസ എടുക്കും, അല്ലെങ്കിൽ ലോൺ എടുക്കും. നമ്മുടെ കയ്യിൽ നിന്ന് അധികം പൈസ പോകും. പക്ഷെ 6 മാസം നിങ്ങളുടെ കയ്യിൽ ആ കാശ് ഉണ്ടെങ്കിൽ, ആ എമർജൻസി ഫണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ സെറ്റല്ലേ? നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അതാണ് എമർജൻസി ഫണ്ട് വേണമെന്ന് പറയുന്നത്. അപ്പോൾ എമർജൻസിയാണ്. ഞാൻ ഈ വീഡിയോ കാണുന്ന ഓരോ ആൾക്കാരോടും പറയാണ്, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾ എടുത്തിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ. എമർജൻസിയാണ്. ഒരു സാധാരണക്കാരനായ മനുഷ്യനെ കടക്കാരനാക്കുന്നത് ആരോഗ്യമാണ്. അതുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് മസ്റ്റ് ആണ്. ഹെൽത്ത് ഇൻഷുറൻസ് മുഖ്യം ബിഗിലേ. ഇനി കേട്ടോ, ഞാൻ പറഞ്ഞു, ഞാൻ അതിനുശേഷം പാഠം പഠിച്ചു, ഞാൻ ഇൻഷുറൻസ് എടുത്തു. ഞാൻ 2024, അന്ന് എനിക്കും ഉണ്ടായിരുന്നില്ല ഇൻഷുറൻസ്. 2024 ഡിസംബർ മാസം ഞാൻ എന്ത് ചെയ്തു? ഒരു ഇൻഷുറൻസ് എടുത്തു. അന്ന് ഒരു വർഷത്തേക്ക് 10,000 രൂപ എന്ന് കണക്കാക്കുക. ഒരു വർഷത്തേക്ക് 10,000 രൂപയ്ക്കുള്ള ഒരു ഇൻഷുറൻസാണ് ഞാൻ എടുത്തത്. അന്ന് 18% GST ആയിരുന്നു. അതായത് 1,800 രൂപ GST ഇനത്തിൽ ഞാൻ കൊടുക്കേണ്ടി വന്നു. കേട്ടോണേ, ഈ പറഞ്ഞ കണക്ക് 18% 1,800 രൂപ GST കൊടുക്കേണ്ടി വന്നു. ഇപ്പോൾ 2025 ഡിസംബർ മാസം ഞാൻ പുതുക്കി. അന്ന് പുതിയ GST റിഫോം വന്നു. ഈ പറയുന്ന 18% വെട്ടിച്ചുരുക്കി 0% ആയി. ഇതേ 1,800 രൂപ കുറച്ച് 10,000 രൂപ അല്ല ഞാൻ കൊടുത്തത്. ഞാൻ കൊടുത്ത അതേ സ്കീമിന് 8,200 രൂപ കൊടുത്തത്. അപ്പോൾ 1,800 രൂപ എൻ്റെ പോക്കറ്റിലിരുന്നു. ചെറിയ കാര്യമല്ല. ഓർത്തോണേ നിങ്ങൾ. യെസ്, അടുത്തിലോട്ട് പോവാം. അപ്പോൾ ഹെൽത്ത് കെയർ, നിങ്ങൾ മേടിക്കാൻ പോകുന്ന മരുന്ന് അവശ്യ മരുന്നുകളാണെങ്കിൽ, അല്ലെങ്കിൽ ജീവൻ രക്ഷാ മരുന്നാണെങ്കിൽ 33ഓളം വരുന്ന ജീവൻ രക്ഷാ മരുന്നുകൾക്ക് നികുതിയില്ല. മറ്റു മരുന്നുകൾക്ക് 5%, ഹെൽത്ത് ഇൻഷുറൻസിന് 0% സെറ്റ്, ജിം ഇൻഡസ്ട്രി 5%. റൈറ്റ്, അടുത്തിലോട്ട് പോകുന്നു. ഇനി ഡ്രോണുകൾക്ക് നികുതി കുറച്ചു 5%.
എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇലക്ട്രോണിക് സാധനങ്ങൾ, ഞാൻ അതിലേക്ക് വരാം. ഇലക്ട്രോണിക്സ് കമ്മോഡിറ്റീസ്, യെസ്, GST റാഷണലൈസേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഗ്രീൻ ടെക്നോളജീസ്. എങ്ങനെ വരും നോക്കാം. ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് ഇതിനു മുൻപ് 28% നികുതി ഉണ്ടായിരുന്നു. അത് വെട്ടിച്ചുരുക്കി 18% പോയി. ഫോർ എക്സാമ്പിൾ AC, ഡിഷ് വാഷേഴ്സ്, TV ഇതിനെല്ലാം വെട്ടിച്ചുരുക്കി 18% മാറി. മോണിറ്റർ, പ്രൊജക്ടർ എല്ലാം 18% മാറി. ഇനി ഈ സ്ഥാനത്ത് ഈ പറഞ്ഞ ഇലക്ട്രോണിക്സ്, നമ്മൾ നേരത്തെ ഇലക്ട്രിക് വാഹനം പറഞ്ഞില്ലേ, അതേ കണക്ക് നിങ്ങൾ അതേ സ്ഥാനത്ത് സോളാർ എന്ന പദം ഉണ്ടെങ്കിൽ, സോളാർ ഉപകരണങ്ങളാണ് നിങ്ങൾ മേടിക്കുന്നതെങ്കിൽ നിങ്ങൾ 5% കൊടുത്താൽ മതി. ഇതിനു മുൻപ് 12% വെട്ടിച്ചുരുക്കി 5% പോയി. അപ്പോൾ നിങ്ങൾ സാധാരണ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ഇപ്പോൾ 18%, 28 18 പോയി. എന്നാൽ നിങ്ങൾ മേടിക്കുന്നത് ഒരു സോളാർ ഉപകരണമാണെങ്കിൽ അത് വെട്ടിച്ചുരുക്കുന്നു, 12% ആക്കി ഉണ്ടായിരുന്നത് 5%ലേക്ക് പോകുന്നു. ചെറിയ കാര്യമല്ല. ഓക്കെ അല്ലേ? അപ്പൊ റിന്യൂവബിൾ എനർജി ഡിവൈസസ്, സോളാർ പാനൽ, കമ്പോസ്റ്റിംഗ് മെഷീൻ ലോവേർഡ് ഫ്രം 12% to 5%, പ്രൊമോട്ടിംഗ് സസ്റ്റൈനബിലിറ്റി ആൻഡ് ഗ്രീൻ എനർജി. ഗ്രീൻ എനർജിയെ പ്രോത്സാഹിപ്പിക്കുക. നേരത്തെ ഇലക്ട്രിക് വെഹിക്കിളിന്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ. ഓക്കെ, അടുത്തതിലോട്ട് നമ്മൾ പോകുന്നു. ഇനി ഡ്രോണുകളുടെ കേസ്. യെസ്, ഡ്രോണുകൾ. അത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സാധനമാണ് ഡ്രോണുകൾ. യെസ്, ജിമ്മിന്റെ കേസ് ഇവിടെ പറഞ്ഞു 5% ആണെന്ന് പറഞ്ഞു. ഡ്രോണുകൾ, എല്ലാ മേഖലയിലും, സമസ്ത മേഖലയിലും ഇപ്പൊ ഡ്രോൺ ഉണ്ട് അല്ലേ? ഈ പറയുന്ന കണക്ക് ഡിഫൻസ് സെക്ടർ മുതൽ ഇപ്പോ എന്താ പറയാ, ഡിഫൻസ് മുതൽ അഗ്രികൾച്ചർ സെക്ടർ വരെ ഇപ്പൊ ഡ്രോണിന്റെ ഉപയോഗമുണ്ട്. ആ ഡ്രോണിന് ഇതിനു മുൻപ് 18%, 20% നികുതി ഉണ്ടായിരുന്നത് വെട്ടുന്നു, 5% GST. അപ്പൊ ഡ്രോണുകൾക്ക് ഇനി 5%. ഇലക്ട്രോണിക്സിന് 18% ആണ്. ഓർക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തോട്ട് പോവാം. ഡെയിലി ഫുഡ് ഐറ്റംസ് ലൈക്ക് UHT മിൽക്ക്, റോട്ടി, പറാത്ത, പനീർ, പാക്ക്ഡ് സ്നാക്ക് ബ്രോട്ട് അണ്ടർ 5% to nil GST, ഈസിങ് ഹൗസ് ഹോൾഡ് എക്സ്പെൻസസ്. നമ്മുടെ റെഗുലർ ആയിട്ട് നമ്മൾ വീട്ടിൽ മേടിക്കുന്ന പാല്, പനീർ, അതുപോലെ തന്നെ റോട്ടി, പറാത്ത, ഇമാതിരി സാധനങ്ങൾക്കെല്ലാം ഇതിനു മുമ്പ് 5% ആയിരുന്നു GST, വെട്ടി 0%. ഇനിയെങ്കിലും ഓർത്തോ, പാലിന് നികുതി ഇല്ല. ഇതിനു മുൻപ് 5% ആയിരുന്നു, വെട്ടി പാലിന് ഇപ്പോൾ 0% ഓർക്കണേ. പാലിനെ നികുതി ഇല്ലാതെ ഉള്ളൂ. പക്ഷേ മിൽക്ക് ബിവറേജസ് എന്ന് പറഞ്ഞാൽ എന്താ? ബിവറേജസിൽ മിൽക്ക് ഒഴിച്ചടിക്കുമെന്നാണോ? അല്ല. മിൽക്ക് ബിവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? ചായ, കാപ്പി പോലുള്ള സാധനങ്ങൾ. അതിനെന്തുണ്ട്? നികുതിയുണ്ട്, 5%. അതിലേക്ക് ഞാൻ വരാം. ഇനി പാക്ക്ഡ് സ്നാക്ക്. പാക്ക്ഡ് സ്നാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? മിച്ചർ, ബിസ്ക്കറ്റ്, ചിപ്സ് പോലെയുള്ള പാക്ക് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങൾ, അതിന് നികുതിയുണ്ട്, 5%. എന്നാൽ പാലിന് നികുതിയുണ്ടോ? ഇല്ല. ചായക്കും കാപ്പിക്കും നികുതിയില്ലേ? ഉണ്ട്, 5%. നോക്കാം. അപ്പോൾ ആ മേഖല നമുക്ക് ഓരോന്നായിട്ട് നോക്കി. GST റിഫോംസ് ഫോർ കൊമേഴ്സ് ആൻഡ് ട്രേഡ് ഇൻഡസ്ട്രി. ഫുഡ് വെയറിന്റെ കേസ് ഞാൻ കൃത്യമായി പറഞ്ഞതാണ്. 2500 രൂപ വരെ 5%, 2500 രൂപയ്ക്ക് മുകളിൽ എത്രയാ? 18% പറഞ്ഞു വെച്ചതാണ്. ഇനി അവിടെ പെയിന്റിങ്സ്, ഡ്രോയിങ്സ്, ഒറിജിനൽ എൻഗ്രേവിങ്സ് 5%. മെഴുകുതിരി, കാൻഡിൽസ്, കർവ്ഡ് വുഡ് പ്രോഡക്ട്സ്, ഹാൻഡ് ബാഗ് ഇൻക്ലൂഡിങ് പേഴ്സ്, പൗച്ച് എല്ലാം ലെതറിനകത്ത് വരുന്ന 5%. ഇനി കൊമേഴ്ഷ്യൽ വാഹനങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, 18%. ഇനി സാധാരണ പഴങ്ങൾക്കും പച്ചക്കറികൾക്കും നികുതിയില്ല. പക്ഷെ പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്ന, പ്രിപ്പയർഡ് ചെയ്ത് വെച്ചേക്കുന്ന പഴങ്ങൾക്കും പച്ചക്കറികൾക്കും നികുതി കൊണ്ട് അധികം ഒന്നും കൊടുക്കണ്ട, 5% കൊടുത്താൽ മതി. ടോയ്സ് ആൻഡ് സ്പോർട്സ് ഗുഡ്, അതായത് ഈ പറയുന്ന കണക്ക് കളിപ്പാട്ടങ്ങൾ 5%. ഞാൻ ഇത് എടുത്തിരിക്കുന്ന സോഴ്സ് ഒഫീഷ്യൽ സൈറ്റ് ആണ്. നോക്കണേ, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് പൊക്കിയ കണ്ടന്റ് ആണിത്. ഓക്കെ അല്ലേ? അല്ലാതെ ഉടായ്പ് കണ്ടന്റ് അല്ല, അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് എടുത്തതാണ്. ഇനി നോക്കി, ലെതർ ഇൻഡസ്ട്രി ഞാൻ പറഞ്ഞതാണ്, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി പറഞ്ഞതാണ്, ഹെൽത്ത് കെയർ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ജീവൻ രക്ഷാ മരുന്നുകളെ കേസ് ഞാൻ പറഞ്ഞതാണ് ഇല്ലേ? ജീവൻ രക്ഷാ മരുന്നുകളാണെങ്കിൽ ജീവൻ രക്ഷാ മരുന്നിന് 0% ടാക്സ്, മറ്റു മരുന്നുകൾക്ക് 5% ടാക്സ്. ഇനി ഹെൽത്ത് ഇൻഷുറൻസ് 0% ടാക്സ്. ശരിയല്ലേ? ഇനി നമ്മൾ പറഞ്ഞു ജിമ്മിൽ പോകുന്നവർക്ക് ആശ്വാസം, 5% പറഞ്ഞാണ്, ഹെൽത്ത് കോൺഷ്യസ് ആക്കാൻ വേണ്ടി. ഇനി കേട്ടോ, യെസ്, പാലിന് UHT മിൽക്ക് നികുതി ഒഴിവാക്കി, 0% ആക്കി. പനീർ ബ്രാൻഡ് ആയിക്കോട്ടെ അൺബ്രാൻഡ് ആയിക്കോട്ടെ 0% ആണ്.
ഡ്രൈ ഫ്രൂട്ട്സ്, ആൽമണ്ട്സ്, പിസ്ത പോലെയുള്ള സാധനങ്ങൾ 5%. പ്രിപ്പയർഡ് പ്രിസർവേഷൻ, സാധാരണ മത്സ്യത്തിനല്ല, എന്നാൽ ഒരു മോളിൽ പോയി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന മത്സ്യം, അതിന് നികുതി കൊണ്ട് 5%. എടാ പഴച്ചാറ്, നിങ്ങളൊരു കടയിൽ പോകുന്നു, കടയിൽ പോയി നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തും കൂടെ പോവാണ്, നിങ്ങൾ ഓർഡർ ചെയ്യുന്നത് ഒരു പൈനാപ്പിൾ ജ്യൂസ് ആണ്, ഇനി നിങ്ങളുടെ ഫ്രണ്ട് ഓർഡർ ചെയ്യുന്നത് ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ആണ്, ഫോർ എക്സാമ്പിൾ ഒരു മിറണ്ടയാണ് ഓർഡർ ചെയ്തത്. ഓർക്കണേ, നിങ്ങൾ മേടിച്ച പഴച്ചാറിന് ഒരു പൈനാപ്പിൾ ജ്യൂസിന് നിങ്ങൾ ഈടാക്കേണ്ട നികുതി ഇപ്പൊ 100 രൂപയാണ് പൈനാപ്പിൾ ജ്യൂസ് എങ്കിൽ അതിന്റെ 5% 105 രൂപ ബില്ല് ചെയ്തല്ല. ചന്ദ്രേട്ടന്റെ കടയിൽ പോയി കഴിക്കുന്ന കേസല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ പോയിട്ട് ഈ പറയുന്ന ഒരു എന്താ പറയാ ബില്ല് അടിച്ചു തരുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ കഴിക്കുകയാണ്. അല്ല ചേട്ടാ ചന്ദ്രേട്ടൻ്റെ അവിടെ ഞാൻ പോയി അവിടെ നികുതി ഒന്നും മേടിച്ചില്ല, അതല്ല ഞാൻ പറഞ്ഞ. ബില്ല് അടിച്ചു തരുന്ന സ്ഥലങ്ങളിൽ നികുതി വരും. എത്ര? 5%. എന്നാൽ നിങ്ങളുടെ സുഹൃത്ത് കുടിച്ചൊരു മിറണ്ടയാണ്, അതൊരു സോഫ്റ്റ് ഡ്രിങ്ക് ആണ്, അതൊരു കാർബണേറ്റഡ് ഡ്രിങ്ക് ആണ്, ഒരു ഷുഗറി ഡ്രിങ്ക് ആണ്, അത്തരം സാധനങ്ങൾ നമ്മുടെ ശരീരത്തിന് കേടാണ്, അതുകൊണ്ട് അത് ലക്ഷറി ടാക്സിലാണ് വരുന്നത് 40%. ഫോർ എക്സാമ്പിൾ അത് 100 രൂപയാണെങ്കിൽ നിങ്ങൾ അതിനകത്ത് 40 രൂപ എന്താണ് ഈ പറയുന്ന കണക്ക് ലക്ഷറി ടാക്സ് ആയിരിക്കും കൊടുക്കുന്നത്. സെറ്റ് അല്ലേ? അത് ബില്ല് ചെയ്ത് വരിക. ഫോർ എക്സാമ്പിൾ 100 രൂപയാണ് ഒരു മിറണ്ട എങ്കിൽ അതിൽ 40 രൂപ സർക്കാരിന്റെ GST ആ. മനസ്സിലാവുന്നുണ്ടോ? യെസ്, അത് 40% വരിക. അപ്പോൾ ഓർത്തോണം, ഈ ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ ഓർത്തോണം, ഞങ്ങോട്ട് പോകുമ്പോൾ പറഞ്ഞുതരാം. ഇനി മിൽക്ക് ബിവറേജസ്, പാലിന് നികുതിയില്ല. പാൽ ഉൽപ്പന്നങ്ങൾ, ചായ, അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന കാപ്പി, അതിനെല്ലാം എന്തുണ്ട്? നികുതിയുണ്ട് 5%. ജിമ്മിന്റെ കേസ് പറഞ്ഞതാണ്. അടുത്തത് ചൈൽഡ് കെയർ പറഞ്ഞതാണ്. അടുത്തത് യെസ്, വാഹനങ്ങളുടെ കേസ് കൃത്യമായി പറഞ്ഞു വെച്ചതാണ്. ഇനി ഇലക്ട്രോണിക് സാധനങ്ങൾ പറഞ്ഞു വെച്ചതാണ്. എടാ സിമന്റിന്റെ കേസ് പറഞ്ഞതാണ് 12%. പക്ഷേ ഇവിടെ മാർബിള്, ഗ്രാനൈറ്റ് ബ്ലോക്കുകൾ ഇതിനു മുമ്പ് 12% വെട്ടി 5%. അപ്പം മാർബിൾ, ഗ്രാനൈറ്റ് ബ്ലോക്കുകൾ 5% ആണെന്ന കാര്യം ഓർക്കുക. ഇനി ജിം ഫിറ്റ്നസിന്റെ കേസ് പറഞ്ഞു, ഡ്രോൺസിന്റെ കേസ് പറഞ്ഞതാണ്. ലക്ഷറി ടാക്സിലേക്ക് നമ്മൾ വരെയാണ്. 40% ലക്ഷറി ടാക്സിലേക്ക് വരുന്നതിന് മുമ്പ് 2017 GST ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ തന്നെ GSTയിൽ നിന്നും ഒഴിവാക്കിയ കുറച്ച് സാധനങ്ങളുണ്ട്. GSTയുടെ പരിധിയിൽ വരാത്തത്, GST പരിധിയിൽ വരാത്തവ ഏത് എന്ന് പഠിക്കണം. GST പരിധിയിൽ വരാത്തവ നോക്കണേ. വൈദ്യുതി അഥവാ ഇലക്ട്രിസിറ്റി GST പരിധിയിൽ വരുന്നതല്ല. മദ്യം GST പരിധിയിൽ വരുന്നതാണോ? അല്ല. പെട്രോളിയം പ്രോഡക്ട്സ്, പെട്രോളിയം GST പരിധിയിൽ വരുന്നതല്ല. അതുകൊണ്ടല്ലേ GST പരിധി കൊണ്ടുവന്ന വില കുറയും. അതുകൊണ്ടല്ലേ GST പരിധിയിൽ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ വൈദ്യുതി, മദ്യം, പെട്രോളിയം ഇതൊന്നും GST പരിധിയിൽ വരുന്നതല്ല. നമ്മുടെ സർക്കാരിനെ താങ്ങി നിർത്തുന്നതാ. അതുകൊണ്ട് കഴിഞ്ഞ ന്യൂ ഇയറിന് മാത്രം മലയാളി കുടിച്ചു തീർത്തത് 300 കോടി രൂപയുടെ മദ്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കണേ. അത്രയും സർക്കാരിന് GST ഉണ്ടായിരുന്ന മീൻസ് സർക്കാരിന് നികുതി ആ ഇനത്തിൽ വലിയ നികുതിയാണ്. GSTയിൽ ഒന്നും ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. അതുപോലെ ഗോൾഡ്, സ്വർണവും ഈ പറയുന്ന GSTയുടെ കേസ് വരുന്നതല്ല. അതിന് 3% ഒക്കെ വരുന്നത്. അത് ഈ പറയുന്ന 18-ലോ 5-ലോ ഒന്നും കൊണ്ടുവരാൻ പറ്റത്തില്ല. അത് വേറൊരു ലീഗാണ് ഗോൾഡ്. ഓക്കെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ ജസ്റ്റ്. ഇനി കേട്ടോ, എന്താണ് ലക്ഷറി ടാക്സിൽ വരിക? 40% ലക്ഷറി ഏതിനൊക്കെയാ? യാച്ചസ്, പായ്ക്കപ്പലുകൾ, ആഡംബര വാഹനങ്ങൾ, പ്രൈവറ്റ് ജെറ്റുകൾ, ജുവലറി, ഈ പറയുന്ന പ്രീമിയം ഫാഷൻ പ്രോഡക്ട്സ്, ജുവൽസ്, അതെല്ലാം വരുന്നത് ഈ പറയുന്ന ജുവലറി എന്ന് പഠിച്ചാൽ മതി കോമൺ ആയിട്ട്. അത് ലക്ഷറിയാണ്. റിയൽ എസ്റ്റേറ്റ് ലക്ഷറിയാണ്. നിങ്ങളൊരു വീട് മേടിക്കാൻ പോകുന്നു, ഒരു വസ്തു മേടിക്കാൻ പോകുന്നു, റിയൽ എസ്റ്റേറ്റ് ലക്ഷറിയാണ്. വൈൻ ആൻഡ് ഷാമ്പൻ, മദ്യമല്ല വൈൻസ്, അത് ലക്ഷറി ടാക്സിൽ വരുന്നതാണ്. വൈൻ ആൻഡ് ഷാമ്പെയിൻ. അപ്പൊ ഇവിടെ ഒന്നും കൂടി ഹൈ എൻഡ് കാർ, ഹെലികോപ്റ്റർ, പ്രീമിയം ഫാഷൻ, യാച്ചസ് പറഞ്ഞതാണ്. ഇനി സിൻ ഗുഡ്സ് ഏതൊക്കെ? ടുബാക്കോ, സിഗരറ്റ്, അതുപോലെ തന്നെ ബീഡി പോലുള്ള സാധനങ്ങൾ. സിഗരറ്റ് അത് ഈ പറയുന്ന ലക്ഷറി ടാക്സ് ആണ്, കാരണം ശരീരത്തിന് കേടാണ്. അപ്പൊ സിൻ ഗുഡിലാ വരുന്ന, ലക്ഷറിയിലാ വരുന്നത്. ഷുഗറി ഓർ കാർബണേറ്റ് ഡ്രിങ്ക് അത് ലക്ഷറിയാ. നമ്മളല്ല, ഞാൻ കുടിക്കാറില്ല. അപ്പൊ മിറണ്ട, 7up, കൊക്കക്കോള, ഇമാതിരി സാധനങ്ങളൊക്കെ ശരീരത്തിന് കേടാണ്. കാർബണേറ്റ്, ഈവൻ സോഡ കാർബണേറ്റഡ് ഡ്രിങ്ക് ആണ്. അത് ഏതിനകത്താണ് വരുന്നത്? ലക്ഷറി ടാക്സിലാണ് വരുന്നത്. മദ്യമോടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ആൽക്കഹോളിൽ ഒരുപാട് കാറ്റഗറി ഉണ്ട്. അതൊരിക്കലും കൈവയ്ക്കത്തില്ല. മദ്യം GST പരിധിയിൽ വരുന്നത്, ലിക്കർ GST പരിധിയിൽ വരുന്നത് അല്ല. ഓർത്തോണേ. അപ്പൊ ആ കാര്യങ്ങൾ അത്രയും സെറ്റായി. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പറയുന്ന ഡോക്ടർ മേരി ജോർജ് ചോദിക്കുകയാണ്, ലോട്ടറിക്ക് 40% GST ആക്കിയത് എന്തിന് എന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെ അവർക്ക് അത് കേരളത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു
സാമ്പത്തിക വിദഗ്ധയാണ് അവർ. ഇങ്ങനെ ഓർക്കുക, ഞാൻ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. എടാ, ഒരാൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കാശുകാരനായി മാറുന്നു, മറ്റൊരാൾ ലോട്ടറി ടിക്കറ്റ് എടുത്ത് സമ്പന്നനായി മാറുന്നു. ഡാ, ഒരുത്തൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കാശുകാരനായി മാറുന്നു, അവൻ്റെ വീട്ടിലൊരു കഷ്ടപ്പാടുണ്ട്. ഒരുത്തൻ ലോട്ടറി അടിച്ച് ആ ഭാഗ്യം കൊണ്ട് കാശുകാരനായി മാറുന്നു. ആ ചിന്ത, അവൻ ദരിദ്രനാണ്, പക്ഷെ ലോട്ടറി എടുത്ത് രക്ഷപ്പെടണമെന്ന് അവൻ്റെ ചിന്ത എന്താണ്? ലക്ഷറിയാണ്. അപ്പം അവനെതിരെ കാശ് കൊടുക്കാം. അതാണ് 40% ലക്ഷറി ടാക്സിലേക്ക് ഈ പറയുന്ന ലോട്ടറി വരാനുള്ള കാരണം എന്ന് പറയുന്നത്. ഇനി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി ഒരു സാധനം കൂടെ വരേണ്ടത് ഓൺലൈൻ ഗെയിംസ്. ഓൺലൈൻ ഗെയിമുകൾ ഇതിനു മുൻപ് 28%, കുറേ ഓൺലൈൻ കാശ് വെച്ചുള്ള ഗെയിംസ് എല്ലാം നിരോധിച്ചു, കുറേയൊക്കെ നിരോധിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ഓൺലൈൻ ഗെയിംസ് 28% ടാക്സ് ആയിരുന്നതിന് മുമ്പ് വെട്ടി എത്രയിലോട്ട് കൊണ്ടുവന്നു? 40. വെട്ടിയില്ല, കൂട്ടി. ഓൺലൈൻ ഗെയിംസിൻ്റെത് 40%ലേക്ക് കൊണ്ടുവന്നു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് എങ്ങനെയാണ് ബാധിക്കുന്നത്, ഒരു സാധാരണ കുടുംബത്തെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടുത്തിടെ ഒരു വീഡിയോ വന്നിരുന്നു. ആ വീഡിയോക്കകത്ത് പറയുന്നത്, ഒരു അച്ഛൻ, അമ്മ, 2 മക്കൾ. ഈ കുടുംബത്തിന് ഒരു മാസം വേണ്ട തുക, ജീവിച്ചു പോകാൻ വേണ്ട തുക എന്ന് പറയുന്നത് 30,000 രൂപയാണെന്ന് വെക്കുക. 30K. അത് ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. 30,000 രൂപയാണെങ്കിൽ ആണെന്നാണ് അടുത്തിടെ ഒരു കണക്ക് പറഞ്ഞത്. 30,000 രൂപ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ലതുപോലെ ജീവിച്ചു പോകാമെന്നിരിക്കെ, ഞാൻ വീണ്ടും പറയുന്നു, അത് ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരു 30,000 രൂപയാണെങ്കിൽ അതിൻ്റെ 10% എല്ലാ മേഖലയിലും കുറയാണ്. അതായത് 10,000 രൂപയുടെ 10% 1000, 20,000 രൂപയുടെ 10% 2000, 30,000 രൂപയുടെ 10% 3000. എൻ്റെ ഒരു കാൽക്കുലേഷൻ ഞാൻ പറയുന്നത്, 30,000 രൂപയ്ക്ക് ജീവിച്ച ആ കുടുംബത്തിന് ഈ സെപ്റ്റംബർ 22 ശേഷം അതേ ചെലവ് ഒരു 27,000 രൂപയ്ക്ക് ഒതുക്കാൻ പറ്റും. 3,000 രൂപ ലാഭമുണ്ടാകും എന്നാണ് എൻ്റെ ഒരു നിഗമനം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ചിലരെങ്കിലും, സാറേ ഇത് സർക്കാരിന് നഷ്ടമല്ലേ, സർക്കാരിന് ഈ 3,000 രൂപ സർക്കാരിന് കിട്ടേണ്ടതല്ലേ? അല്ല മക്കളെ, നിങ്ങൾ ഓർത്തോണം, ഇവിടെ കാശ് കുറയുമ്പോൾ സംഭവിക്കുക എന്താണ്? നമ്മൾ ഫണ്ട് കൂടുതൽ ഇറക്കാൻ നോക്കും. ഒരു സാധനത്തിന് വില കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ മാർക്കറ്റിൽ നമ്മൾ ആ തുക എന്ത് ചെയ്യും? കൂടുതൽ ചെലവഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. 90% ആൾക്കാരും ആ മൈൻഡ് സെറ്റ് ഉള്ളവരാ. ഈ 30,000 രൂപയിൽ 27,000 രൂപ ചിലവായി, ബാക്കി 3,000 ഉണ്ട്. ആ 3,000 ബുദ്ധിയുള്ളവർ 10% അതിനെന്ത് ചെയ്യും? സേവ് ചെയ്യും. ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? വീണ്ടും ആ 3,000 എടുത്ത് മാർക്കറ്റിലോട്ട് വീണ്ടും എടുത്ത് ഇടും. ശരിയല്ലേ? അപ്പോൾ കുറച്ചും കൂടെ മാർക്കറ്റ് സെറ്റ് ആവും. പൈസ കുറയുമ്പോൾ മാർക്കറ്റ് വലിയ രീതിയിൽ സമ്പന്നമാകും. ഓക്കെ അല്ലേ? മണി സർക്കുലേഷൻ നടക്കും. സെറ്റല്ലേ? അപ്പോൾ GST 2.0 എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ വളരെ സെറ്റായിട്ട് അടിച്ച് പൊളിച്ച് എന്ത് ചെയ്തു? പഠിച്ചു കഴിഞ്ഞു. പരമാവധി മേഖലയിൽ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത്തിരി ലെന്തി ആയിപ്പോയെന്ന് എനിക്കറിയാം, പക്ഷേ ഇത്രയും പറഞ്ഞാൽ മാത്രമേ ടോപ്പിക്ക് തീരത്തുള്ളൂ. അപ്പോൾ നോട്ട് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക? നമ്മുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൻ്റെ പേരും ദ CA അനലിസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു സെഷനുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്.